في عامين أن اشكر لي ولوالديك إلي المصير. ഉമ്മ നിന്റെ ബാപ്പ അവരോട് നീ ഗുണം ചെയ്യണമെന്ന് ഞാൻ നിന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മൂന്ന് കാര്യത്തോടു കൂടെ അല്ലാതെ സ്വീകരിക്കുകയില്ല. ഞാൻ പറയട്ടെ, എന്താ പറഞ്ഞത്? മൂന്ന് കാര്യത്തോടു കൂടെ അല്ലാതെ സ്വീകരിക്കുകയില്ല. സലാസത്തുൻ ലാ തുഖ്ബലു ഇല്ലാ മഅ സലാസ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല സലാസത്തുൻ ലാ തുഖ്ബലു ഇല്ലാ മഅ സലാസ. മൂന്ന് കാര്യത്തോടു കൂടെ അല്ലാതെ സ്വീകരിക്കുകയില്ല. പറയട്ടെ. ഒന്ന്, ലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ മഅ സക്കാ. സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യതയുള്ളവര് സക്കാത്ത് കൊടുക്കാതെ നിസ്കരിച്ചാൽ സ്വീകരിക്കുകയില്ല. ഇത് കാര്യമായ വിഷയമായതുകൊണ്ട് ഈ ആഴ്ച ഞാൻ കാര്യമായിട്ട് പറയുക തന്നെയാണ്. മനസ്സിലായില്ല? നിസ്കരിച്ചാൽ മാത്രം പോരാ, സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ളവര് സക്കാത്ത് കൊടുക്കാതെ നിസ്കരിച്ചാൽ സ്വീകരിക്കുകയില്ല. ലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ മഅ സക്കാ. സക്കാത്ത് കൊടുക്കേണ്ടവര് സക്കാത്ത് കൊടുക്കാതെ നമസ്കരിച്ചാൽ അല്ലാഹു തആല പറ സ്വീകരിക്കൂല. അല്ലാഹു തആല അള്ളാന്റെ കടമകളെല്ലാം കൂട്ടുന്നവരിൽ നമ്മളെ പെടുത്തട്ടെ. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, മൂന്ന് കാര്യത്തോടു കൂടെ അല്ലാതെ സ്വീകരിക്കൂല. രണ്ടാമത്തെ കാര്യം, ലാ തുഖ്ബലു ഇത്വാഅത്തുല്ലാഹി ഇല്ലാ മഅ ഇത്വാഅത്തിർ റസൂൽ. റസൂലിനെ വഴിപ്പെടാത്ത ഒരാൾ അള്ളാഹ്ക്ക് വഴിപ്പെട്ടാൽ സ്വീകരിക്കൂല. അള്ളാഹു കാക്കട്ടെ. ഒരാൾ പറയാണ് ഞാൻ അള്ളാഹ്ക്ക് മാത്രമേ വഴിപ്പെടുള്ളൂ, റസൂലൊന്നും എനിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അള്ളാഹു എന്നെ സ്വീകരിക്കൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ലാ തുഖ്ബലു ഇത്വാഅത്തുല്ലാഹി ഇല്ലാ മഅ ഇത്വാഅത്തിർ റസൂൽ. റസൂലിനെ വഴിപ്പെടാത്ത ഒരാൾ അള്ളാഹ്ക്ക് വഴിപ്പെട്ടാൽ അള്ളാഹു തആല സ്വീകരിക്കൂല. അള്ളാഹു കാക്കട്ടെ. മൂന്നാമത്തേത്, ലാ യുഖ്ബലു ശുക്റുല്ലാഹി ഇല്ലാ മഅ ശുക്രി വാലിദൈൻ. മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാത്ത ഒരാൾ അള്ളാഹ്ക്ക് നന്ദി ചെയ്താൽ അള്ളാഹു സ്വീകരിക്കില്ല. ഒന്ന് പറ. മൂന്ന് കാര്യത്തോടു കൂടെ അല്ലാതെ സ്വീകരിക്കില്ല. ഒന്ന് പറ. ഒന്ന്, സക്കാത്ത് കൊടുക്കേണ്ട ഒരാൾ സക്കാത്ത് കൊടുക്കാതെ നിസ്കരിച്ചാൽ സ്വീകരിക്കൂല, കാര്യമല്ല. രണ്ട്, റസൂലുള്ളാഹിനെ അംഗീകരിക്കാത്ത ഒരാൾ അള്ളാഹിനെ അംഗീകരിച്ചിട്ട് കാര്യമല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മൂന്ന്, ഉമ്മാക്കും വാപ്പാക്കും നന്ദി ചെയ്യാത്ത ഒരാൾ അള്ളാഹ്ക്ക് നന്ദി ചെയ്തിട്ട് കാര്യമല്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പഠിച്ച ഇൽമിന് ഒരു സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സ്വീകരിക്കട്ടെ. ഒരു ലേശം നേരം കൂടെ നിങ്ങൾ ഇരിക്കുമല്ലേ? ആയിക്കോട്ടെ. എന്നാ ഞാൻ അതിന്റെ ബാക്കിയും കൂടി പറയാം. ഇനി ഒരാളെയും കൂടി പറയാൻ ബാക്കിയുണ്ട്. ലൈലത്തുൽ ഖദർ കിട്ടാത്ത രണ്ടാൾ പറഞ്ഞു. ഒന്ന്, അതെ, മുഹമ്മദ് ബിൻ ഖലഫ്. കള്ളുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവരൊക്കെ അതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. കള്ളുമായി ബന്ധപ്പെട്ട് തൗബ ചെയ്യാത്തവർ അള്ളാഹു കാക്കട്ടെ. ഒന്നത്. രണ്ട്, ആഖുൽ വാലിദൈൻ, ഉമ്മയും മാപ്പയും വെറുപ്പിച്ചവർ അള്ളാഹു നമ്മളെ കാക്കട്ടെ. മൂന്നാമത്തത്, ലൈലത്തുൽ ഖദറിന്റെ കൂലി കിട്ടാത്ത മൂന്നാമത്തെ ആളെ പറയട്ടെ. അഖവാനി മുതസ്വാരിമാനി, പരസ്പരം പിണങ്ങി നിൽക്കുന്ന ദുന്യവിയായ കാര്യത്തിന് പിണങ്ങി നിൽക്കുന്ന മുസ്ലിമീങ്ങൾ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വഫീ റിവായത്തിൻ മുസദ്ദിഖുൻ ബിസ്സഹറ, ജ്യോത്സ്യന്മാരെ പിന്നാലെ നടക്കുന്നവർ. അങ്ങനെ റിവായത്തും കൂടി ഇതിൽ കൂടും. 3, ഒരു റിവായത്തിൽ 4. ശ്രദ്ധിക്ക. പരസ്പരം പിണങ്ങി നിൽക്കുന്ന മുസ്ലിമീങ്ങൾ അയൽക്കാരനോട് മാസങ്ങളായി മിണ്ടിയിട്ടില്ല. എന്തിനെ പിണങ്ങിയത്? ദുന്യവിയായ കാര്യത്തിൽ പിണങ്ങിയതാ, അള്ളാഹുവിന്റെ കാര്യത്തിൽ പിണങ്ങിയതല്ല. പിണങ്ങാൻ മറ്റൊരു ന്യായവുമില്ല. തന്റെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി, ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയും അയൽക്കാരനോട് പിണങ്ങിയതാണ്. മാസങ്ങളായി അയൽക്കാരനോട് മിണ്ടിയിട്ടില്ല, നാട്ടുകാരനോട് പിണങ്ങിയതാണ്. അഥവാ പരസ്പരം പിണങ്ങി നിൽക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ അവരെ കയ്യ മലക്കുകൾ പിടിക്കുകയില്ല. ഖാല റസൂലുള്ളാഹി. വേറൊരു റിവായത്തും കൂടി ഉണ്ട്, സാഹിര്യങ്ങളെ പിന്നാലെ നടക്കുക. ജ്യോത്സ്യന്മാരെ വാസ്തവമാക്കുന്നവർക്കും ലൈലത്തുൽ ഖദർ ഉണ്ടാവില്ല. ഒരു റിവായത്തിൽ 3, ഒരു റിവായത്തിൽ 4. അപ്പൊ ഒന്നും കൂടെ പറ. 1, മദ്യപാനവുമായി ബന്ധപ്പെടുന്നവർ. 2, മാതാവിനെയും പിതാവിനെയും വെറുപ്പിച്ചവർ. 3, പരസ്പരം പിണങ്ങി നിൽക്കുന്ന മുസ്ലിമീങ്ങൾ. നിസ്സാരമായ ദുന്യവിയായ കാര്യത്തിന് വേണ്ടി പിണങ്ങാം തമ്മിൽ മുസ്ലിമീങ്ങൾ.
അങ്ങനെ അൽ ജമാഅത്തു റഹ്മത്തുൻ വൽ ഫിർഖത്തു അദാബ്. ഒന്നായി നിൽക്കുമ്പോഴേ അള്ളാഹിന്റെ റഹ്മത്ത് ലഭിക്കുകയുള്ളൂ. ഇതൊക്കെ അള്ളാഹിന്റെ റഹ്മത്താണ്. അള്ളാഹു നമുക്ക് തരട്ടെ. പരസ്പരം പിണങ്ങി നിൽക്കുന്ന അയൽക്കാര്, പരസ്പരം പിണങ്ങി നിൽക്കുന്ന മുസ്ലിം കൂട്ടുകാര്, അതുപോലെയുള്ള ആളുകൾ അവർ തമ്മിൽ ദുന്യവിയായ പിണക്കമാണ്. ഇലാഹിയായ യാതൊരു ബന്ധവും ആ കാര്യത്തിലില്ല. അവരെ കൈ മലക്കുകൾ പിടിക്കുകയില്ല. ജ്യോത്സ്യന്മാരെ വാസ്തവമാക്കി നടക്കുന്നവർ, ഗൂഢോത്രം ചെയ്യുക, സിഹർ ചെയ്യുക, ജ്യോത്സ്യന്മാരെ പിന്നാലെ നടക്കുക, ജ്യോത്സ്യന്മാരുടെ ആജ്ഞാനുവർത്തികളാവുക, ഇത്തരം ആളുകൾക്കും ഒരിക്കലും അള്ളാഹുവിന്റെ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ലഭിക്കൂല. ഒരു സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഒറ്റ കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങി വരികയാണ്. ഈ 10 വേറൊരു പ്രത്യേകത കൂടിയുള്ളത്. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ അസാ റബ്ബുക്കും അയുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. നിങ്ങളെ തൗബ ചെയ്യാ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ദോഷികളാണെങ്കിൽ അല്ലാഹു ഗഫൂറാൻ. നിന്റെ പേര് മുദ്നിബി എന്നാണെങ്കിൽ അള്ളാഹിന്റെ പേര് ഒക്കെ പറ, ഉറങ്ങരുത്. നിന്റെ പേര് മുദ്നിബ്, ദോഷി എന്നാണ് നിന്റെ പേരെങ്കിൽ അള്ളാഹിന്റെ പേര് ഉറക്കെ പറ. നിന്റെ പേര് മുദ്നിബി എന്നാണെങ്കിൽ അള്ളാഹിന്റെ പേര് ഗഫൂർ. ഒന്നും കൂടി പറയട്ടെ, ഒന്നും കൂടി നിങ്ങളുടെ കൽബിലേക്ക് കേട്ട്. നിന്റെ പേര് മുദ്നിബി എന്നാണെങ്കിൽ അള്ളാഹിന്റെ പേര് ഗഫൂർ റഹീമാണ്. അല്ലാഹു ഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅലുൽ ലിമാ യുരീദ്. അവിടെ നിന്നുള്ളവർക്ക് രക്ഷപ്പെടാം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. ഖേദിച്ച് റബ്ബിലേക്ക് മടങ്ങുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുസ്ലിം സമുദായം ലോക ചരിത്രത്തിൽ ഏറ്റവും സന്തോഷിച്ചത് മക്കയിലെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെട്ട് ഹബീബായ റസൂലുള്ളാഹി മദീനയിൽ വന്നപ്പോഴാണ്. ഞാൻ പറയാണ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറയാണ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മുസ്ലിം ലോകം കഴിഞ്ഞ ലോക ചരിത്രത്തിൽ മുസ്ലിം ലോകം ഏറ്റവും സന്തോഷിച്ചത് ഹബീബായ റസൂലുള്ളാഹി തങ്ങള് മക്കയിലെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് മദീനയിൽ വന്നപ്പോഴുള്ള സന്ദർഭത്തിലാണ്. എന്നാണ് മുസ്ലിമീങ്ങൾ സന്തോഷിച്ച് തുടികൊട്ടി പാട്ടുപാടി തൊലാൽ ബദറു അലൈനാ മിൻ ഫനിയാത്തിൽ വദാഇ ജാബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ യൂഹൽ മബ്ഊസ് ഫീനാ جئت بالأمر المطاع جئت شرفت المدينة مرحبا يا برتاعي يا نبي. എന്താ പറഞ്ഞത്? മുസ്ലിം ലോകം കഴിഞ്ഞ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മക്കയിലെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെട്ട് ഹബീബായ നബി മദീന വന്നപ്പോഴാണ്. നല്ല ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ സ്വഹാബികൾ, അൻസാരിങ്ങൾ, മുഹാജിരിങ്ങൾ ഏറ്റവും സന്തോഷിച്ചത് സൂറത്തുൽ ഫുർഖാനിലെ 70-ാമത്തെ ആയത്താണ്. റാഹത്തിലിരിക്കാൻ വേണ്ടിയിട്ട് നല്ല തല ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്കൂടെ ഒഴിവ് തന്നതൊന്ന് ചിന്തിക്കാൻ വേണ്ടി നല്ല തലയൊക്കെ അങ്ങോട്ട് കയറ്റുക. സ്വഹാബികൾക്ക് ഏറ്റവും സന്തോഷമായത് ഒന്ന്
ഉറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം അവസാനിപ്പിക്കും. നിങ്ങൾ ഉറങ്ങുന്നുണ്ടാ? ഞാൻ വല്ലാതെ നിർത്തില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കണം. എനിക്ക് നിങ്ങളെ കല വേഗത്തെ അവസാനിപ്പിക്കണം. ഈ 10 ആൾ കൂട്ടം കൂടിയാണ് പോയാൽ ഞാൻ നിർത്തും. അത്രയാണ്. എന്തുകൊണ്ട്? എനിക്ക് നിങ്ങളെക്കാൾ ധൃതിയുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ അള്ളാഹിന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ആളുകൾക്ക് മടി വരുന്നത് വരെ ഇൽമ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന നിയമമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എൻ്റെ അഹങ്കാരമല്ല, അഹങ്കാരത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ശ്രദ്ധിക്കുക. എൻ്റെ ഒന്നുകൂടി പറഞ്ഞ വാക്കൊന്നുകൂടി പറ. സ്വഹാബികൾ അഥവാ അവരെ സന്തോഷമാണല്ലോ മുസ്ലിം ലോകത്തിന്റെ സന്തോഷം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സ്വഹാബികൾ, മുഹാജിരിങ്ങളും അൻസാരികളും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഹബീബ റസൂലുള്ള മക്കയിലെ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് മദീനയിലേക്ക് വന്നപ്പോഴാണ്. ശരി, അതിനോട് സമമായ രൂപത്തിൽ മുസ്ലിമീങ്ങൾ രണ്ടാമതായി സന്തോഷിച്ചത് സൂറത്തുൽ ഫുർഖാനിലെ 70-ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോഴാണ്. ശരി, ആ ആയത്ത് അങ്ങോട്ട് വിടാം. ഈ ആയത്തിന്റെ മറ്റൊരു ഭാഗമാണ് ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ആയത്ത് ലളിതാണ്. അതുകൊണ്ട് ഞാൻ ഓതി തന്നാൽ 2 തവണ ഞാൻ ഓതിത്തരും. 3ാമത്തെ തവണ എൻ്റെ കൂടെ ഓതാം. ലളിതമായ ആയത്ത, മറക്കരുത്. ഈ ആയത്തിന്റെ പ്രത്യേകത എന്താണ്? മദീനയിൽ റസൂൽ വന്ന അന്ന് സന്തോഷിച്ച അത്ര ഈ ആയത്തിറങ്ങിയ ദിവസം സന്തോഷിച്ചിട്ടുണ്ട്. എങ്ങനെ മദീനയിൽ റസൂൽ വന്ന അന്ന് മുസ്ലിം ലോകം സന്തോഷിച്ച അത്ര ഈ ആയത്തിറങ്ങിയ ദിവസവും സന്തോഷിച്ചു. ഫുർഖാനിലെ 70-ാമത്തെ ആയത്ത്. എന്നാ കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ഒന്നും കൂടെ ഞാൻ ഓതിത്തരാം, പിന്നെ എൻ്റെ കൂടെ ഓതാം. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ഞാൻ ഉറക്കെ, നിങ്ങൾ പതുക്കെ, പിന്നൊരു തവണയും പിന്നൊരു തവണയാകുമ്പോൾ ക്ലിയറാവും. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ഒന്നും കൂടെ പഠിച്ച വിദ്യാർത്ഥി മുതഅല്ലിമീങ്ങളൊക്കെ വന്നുറക്കായ സാധാരണക്കാർക്ക് അത് വലിയ പ്രചോദനമാവും. ഇതെല്ലാവരും മനപ്പാടാക്കണം. ഇത് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷപ്പെട്ട ഒരായത്താണ് ഈ ആയത്ത്. ഫരിഹൂ ലമ്മാ നസലത് ഹാദിഹിൽ ആയ മിസ്ല ഫറഹിഹിം ബിഖുദൂമിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ഒരു തവണ ഓതിയാൽ അർത്ഥം പറഞ്ഞുതരാം. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. ഇല്ലാ മൻ താബ, ഏത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സമയത്ത് അവൻ തൗബ ചെയ്തു. ഏത് തെറ്റ് ചെയ്തിട്ടുണ്ട്? കള്ളു കുടിച്ച കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്, വ്യഭിചരിച്ച കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്, മോശപ്പെട്ട ജീവിതത്തിന്റെ കാലം കഴിഞ്ഞിട്ടുണ്ട്, ക്ലബിലേക്ക് പോയ കാലം കഴിഞ്ഞിട്ടുണ്ട്, കുത്തഴിഞ്ഞ് നടന്ന കാലം കഴിഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ ഗീബത്ത് കൊണ്ട് ആക്രമിച്ച കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്, മനുഷ്യന്റെ അഭിമാനത്തിൽ കൈവച്ച കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇല്ലാ മൻ താബ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ തൗബ ചെയ്തു. എന്നിട്ടോ വആമന വഅമില അമലൻ സാലിഹാ, ആമന ഈമാനിലേക്ക് മടങ്ങി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു വലിയ അർത്ഥമുണ്ട് ഈ ആയത്തിന്. തെറ്റ് ചെയ്താൽ ഈമാൻ കമ്മിയാവും, തൗബ ചെയ്താൽ ഈമാൻ
മടങ്ങി വരും. തെറ്റ് ചെയ്താൽ ഈമാൻ പോകും, കമ്മിയാകും. തൗബ ചെയ്താൽ ഈമാൻ മടങ്ങി വരും. ഒന്നും കൂടെ, തെറ്റ് ചെയ്താൽ ഈമാൻ കമ്മിയാകും, തൗബ ചെയ്താൽ ഈമാൻ. അതാണ് ഇല്ലാമൻ താബ വ ആമന, ഈമാനിലേക്ക് പൂർണ്ണമായി മടങ്ങി. എന്നിട്ടോ വഅമില അമലൻ സാലിഹ, ഇനിയുള്ള ജീവിതം സാലിഹായ അമലിന് വേണ്ടി തന്നെ. ഇനി ഞാൻ കള്ള് കുടിക്കുകയില്ല, ഇനി ഞാൻ വ്യഭിചരിക്കുകയില്ല, ഇനി പടച്ചവനെ പൊരുത്തല്ലാത്തത് ചെയ്യുകയില്ല, ഇനി അല്ലാഹുവിനെതിരായ ജീവിതം ജീവിക്കുകയില്ല എന്ന് അടുത്ത ജീവിതം അഥവാ ബാക്കിയുള്ള ജീവിതം നല്ല കാര്യത്തിന് വേണ്ടി ഉറപ്പിച്ച് തീരുമാനിക്കുകയും ചെയ്താൽ പടച്ചവനെ, എങ്ങനെ മനുഷ്യന്മാരെ ഈ ആയത്തിറങ്ങുമ്പോ ചാടിക്കളിക്കാതിരിക്കുക? ഭൂലായിക്ക, അത്തരം നേരത്തെയുള്ള ദോഷികളുണ്ടല്ലോ, ഭൂലായിക്ക, അത്തരം ആളുകൾ, അവൻ മുഴുത്ത വ്യഭിചാരിയായിരുന്നു, മുഴുത്ത കള്ള് കുടിയനായിരുന്നു. പക്ഷേ ഒരു സാഹചര്യത്തിൽ റബ്ബിലേക്ക് തൗബ ചെയ്ത് ഇനിയുള്ള ജീവിതം നന്നാകണമെന്ന് തീരുമാനിച്ചാൽ ഭൂലായിക്ക, ഇപ്പൊ ഉറക്കവോടെ ഭൂലായിക്ക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാത്ത്, അത്തരം ആളുകളുടെ കഴിഞ്ഞ കാലത്തെ തിന്മയുടെ ജീവിതം പോലും അള്ളാഹു മായിച്ചിട്ട് അവിടെ നന്മ എഴുതി നടക്കുന്നതാണ്. പഠിച്ചവനെ, പഴയ കാലത്തെ തിന്മ മായ്ച്ചു കളയുമല്ല, ആ സ്ഥാനത്ത് ഉറക്ക പറ, ആ സ്ഥാനത്ത് ബദ്ദല യുബദ്ദിലു ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം, അതായത് പഴയ കാലത്തെ തിന്മ മായ്ച്ചു കളയല്ല, അത് മായ്ക്കും ചെയ്യും, അവിടെ നന്മയുടെ എഴുതും. അഥവാ ഒരാൾക്ക് 40 കൊല്ലം ജീവിച്ചിട്ടുണ്ട്, തെറ്റാണ്, അതിലേക്ക് പ്രായപൂർത്തിയായിട്ടൊക്കെ ചെയ്ത് തെറ്റാണ്, പിന്നെ അന്ന് നന്നാവാൻ തീരുമാനിച്ചു, നന്നാവന്നെ എന്നും തീരുമാനിച്ചു, 35, 40, 45 എന്താണെങ്കിലും നന്നാവാൻ തീരുമാനിച്ചാൽ കഴിഞ്ഞ കാലത്തുള്ള തിന്മകൾ അല്ലാഹു തആല മായ്ച്ചു കൊടുക്കും. അത് മാത്രമല്ല, കഴിഞ്ഞ കാലത്തുള്ള ജീവിതത്തിൽ മുഴുവൻ ഇവൻ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് ശരിയാക്കും. അഥവാ ഈ തൗബ അങ്ങോട്ട് പോകും, മുന്നോട്ട് പോകും, ബാക്കോട്ട് പോകും. ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാത്ത്. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു തആലക്ക് 2 പേര് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ? വകാനല്ലാഹു ഗഫൂറൻ റഹീമൻ എന്ന് പറഞ്ഞിട്ട് 2 പേര് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിന് കാരണം? വകാനല്ലാഹു, വകാനല്ലാഹു ഗഫൂറൻ റഹീമ, 2 പേര് പറഞ്ഞിട്ടുണ്ട്. അവന്റെ തിന്മ മായ്ച്ചു കളഞ്ഞത് അള്ളാഹു ഗഫൂർ ആയതുകൊണ്ട്, അത്രയും സ്ഥലത്ത് നന്മ എഴുതി വെച്ചത് അള്ളാഹു തആല റഹീം ആയതുകൊണ്ട്. ഒരു കറക്റ്റായ വിഷയമാണ് പറഞ്ഞത്. ഒന്നുകൂടെ വിഷയത്തിലേക്ക് മടങ്ങിയാൽ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. കുട്ടികളെ നന്നാകാൻ വേണ്ടിയാണ് മക്കളെ ഈ റഹ്മത്തുള്ള പറഞ്ഞിരുന്നത്. നിങ്ങളൊക്കെ അധ്വാനിച്ച് നിങ്ങളെ ബാപ്പമാരൊക്കെ പ്രവർത്തിച്ചതിൽ നിന്നാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. നമ്മളൊക്കെ ഒരുമിച്ച് നന്നാവുക. പഠിച്ചോ നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് വഴിവിട്ട ജീവിതം ഒഴിവാക്കുക, നന്നാവുക. ഉലൈക ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാത്ത് വകാനല്ലാഹു ഗഫൂറൻ റഹീമാ. നന്നാകാൻ തീരുമാനിച്ചു, പിന്നെ നന്നായി, പിന്നെ ദുഷിച്ച കൂട്ടുകെട്ടില്ല. ഒരു റമളാന്റെ അവസാനം കിട്ടി, അള്ളാഹുവിനോട് നന്നാകാൻ തീരുമാനിച്ചു, പഠിച്ചവനെ, എന്നിട്ട് പൊട്ടിക്കരഞ്ഞു പോയി. കുഞ്ഞുമോനെ, നിനക്ക് ഞാനൊരു ഹദീസ് പറഞ്ഞു തരാ. ലാ യലിജുന്നാറ അഹദുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് കരയുന്നവർ നരകത്തിൽ കിടക്കുകയില്ല. ഇതിനും വലിയ സമയമേതാ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താ ഹദീസ്? എന്താ പറഞ്ഞത്? തുർമുദി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അല്ലാഹുവിനെ പേടിച്ച് ലാ യലിജുന്നാറ അഹദുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് കരയുന്നവർ ഒരിക്കലും നരകത്തിൽ കിടക്കുകയില്ല. അല്ലാഹുവിനെ പേടിച്ച്, മനസ്സിലായില്ലേ പറഞ്ഞത്? ഒക്കെ പറ, മനസ്സിലായില്ലേ? അല്ലാഹുവിനെ പേടിച്ച് കരയൽ പതിവാക്കിയാൽ നരകത്തിൽ കിടക്കില്ല. കറന്നെടുത്ത പാൽ അകിട്ടിൽ കിടന്നാൽ പോലും, ഒരാൾ കറന്നെടുത്ത പാൽ തിരിച്ച് അകിട്ടിലേക്ക് കിടന്നാൽ പോലും അള്ളാഹിനെ പേടിച്ച് കരയിൽ പതിവാക്കിയവര് നരകത്തിൽ കിടക്കില്ല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആ കരയാൻ ഇതുപോലത്തെ ഒരു സമയമല്ല ഈ പറയുന്ന ദിവസങ്ങൾ.
ഇലാഹ് ചെയ്ത നിഅമത്തിനെ ആലോചിക്കുക, ഇലാഹ് ചെയ്ത നിഅമത്തിനെ പറ്റി ചിന്തിക്കുക. എന്നിട്ട് രാത്രിയായ വറജുലുൻ ദക്കറല്ലാഹ ഖാലിയാ ഫഫാലത് ഐനാ, പൊട്ടിക്കരഞ്ഞിട്ട് റബ്ബിനോട് പറയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. എല്ലാവരും അതിനെക്കൊണ്ട് മനസ്സ് പാകപ്പെട്ടിരിക്കണമെന്നും ഇനി ദുആയിലേക്ക് പ്രവേശിക്കാണ്. അല്ലാഹു നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. മുഅ്മിനീങ്ങളെ, റബ്ബിലേക്ക് തൗബ ചെയ്ത് ദുഷിച്ച കൂട്ടുകെട്ടുകളൊക്കെ വർജിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ ഓരോരുത്തരും മനസ്സുകൊണ്ട് തയ്യാറാകണം. ഈ ലോകം നശ്വരമാണ്, ഇതിൻ്റെ ഇനി അവസാനിപ്പിക്കുകയുമാണ്. ഈ ലോകത്തിന് ഇനി ഒരിക്കലും വല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിൻ്റെ എല്ലാ പണിയും തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അടയാളങ്ങളിൽ നിന്ന് മനസ്സിലാവുകയാണ്. ഇനി വല്ലാതെ നീളുകയില്ല. ഇനി ഇവിടെ രണ്ട് കാര്യമാണ് വരിക. ഒന്ന്, വ്യക്തികളുടെ മരണം പെട്ടെന്നാകും. രണ്ട്, ഖിയാമത്ത് നാളും പെട്ടെന്നാകും. അല്ലാഹു കാക്കട്ടെ. ഉറക്കപ്പറ, ഇനി ഇവിടെ രണ്ട് കാര്യമാണ് നടക്കുക. ഒന്ന്, വ്യക്തിയുടെ മരണം പെട്ടെന്നാകും. രണ്ട്, ലോകത്തിൻ്റെ മരണവും പെട്ടെന്നാകും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. വ്യക്തിയുടെ മരണത്തിന് ചിലപ്പോൾ രോഗം കാരണമാകും, ചിലപ്പോൾ ആക്സിഡന്റ് കാരണമാകും, ചിലപ്പോൾ അതിന് പ്രകൃതിയിലുണ്ടാകുന്ന ചില ഭൂകമ്പങ്ങൾ പോലത്തത് കാരണമാകും, അല്ലെങ്കിൽ കൊടുങ്കാറ്റ് കാരണമാകും, അല്ലെങ്കിൽ കലാപങ്ങൾ കാരണമാകും. അൽ ഖത്ലു അൽ ഖത്ലു, കൊല കൊല കൊല, എവിടെയും കൊലപാതകം ഉണ്ടാവും. ലാ യദ്രിൽ ഖാതിലു ഫീമാ ഖതല വലാ യദ്രിൽ മഖ്തൂലു ഫീമാ ഖുതില. അന്ത്യനാൾ അടുത്തു പോയാൽ കൊല്ലുന്നവന് ഞാൻ എന്തിനാണ് കൊല്ലുന്നത് എന്നറിയുകയില്ല, കൊല ചെയ്യപ്പെടുന്നവന് എന്നെ എന്തിനാ കൊല്ലുന്നത് എന്നും അറിയുകയില്ല. അങ്ങനത്തെ കാലം വരുന്ന അതാണ്. തെമ്മാടികളെയും അക്രമികളെയും കൊട്ടേഷൻ സംഘത്തിന്റെയും കഥ പറയുന്ന പത്രം അതിറങ്ങാത്ത ദിവസം ഇന്നില്ല പത്രങ്ങളിൽ. അതാണ് ഇന്നത്തെ ചർച്ച. ഒരാളെ കൊല്ലാൻ 5000 രൂപയുടെ താഴെ മതിയാകുന്ന നാടാണ് ഇന്ന് കേരളം. അല്ലാഹു കാക്കട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാക്കട്ടെ. ഒരാളെ കൊല്ലാൻ, അയാൾ മരിച്ചിട്ട് കൊണ്ടുപോയിട്ട് മൂടുകല്ല് വെച്ച് മറവ് ചെയ്യാനുള്ള ചെലവ് സത്യത്തിൽ ഇന്ന് ഒരാളെ കൊല്ലാൻ ഇല്ല. അത്ര പൈസ ഒന്നും വേണ്ട കൊല്ലാൻ, കുറഞ്ഞ പൈസ കൊണ്ട് കൊല്ലാൻ പറ്റും. നിനക്കാണ് വെപ്പ്. ലാ യദ്രിൽ ഖാതിലു ഫീമാ ഖതല വലാ യദ്രിൽ മഖ്തൂലു ഫീമാ ഖുതില. എന്തിനാണ് എന്നെ കൊല്ലുന്നത് എന്ന് അറിഞ്ഞുകൂടാ. എന്തിനാ എന്നെ കൊല്ലുന്നത് എന്ന് അറിഞ്ഞുകൂടാ. കുന്നമംഗലത്ത് ഒരു സ്വാലിഹായ പള്ളി സെക്രട്ടറി ഉണ്ടായിരുന്നു. അനവധി കൊല്ലങ്ങളായി സുബഹിക്കണേറ്റ് പള്ളിയിലേക്ക് പോവുകയും ഒരു പള്ളിയിൽ ബാങ്ക് കൊടുത്ത് അവിടുത്തെ ഉസ്താദിനെയും വിളിപ്പിച്ചിട്ട് വലിയ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്ന കൊല്ലങ്ങളായി, അനവധി കാലങ്ങളായി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പിന്നാലെ വന്ന് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പല്ലേ കഴുത്തെടുത്തു കൊന്നത്. നേരത്തെ ആളുകൾ ഓടിക്കൂടി. ആ മനുഷ്യന് മനസ്സിലായില്ല അദ്ദേഹത്തിന് എതിരാളിയായ ഒരാൾ ആ നാട്ടിലില്ല. നമ്മളെ നാട്ടിലാ. പ്രശ്നം നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എടോ, ആർക്കാണ് ഇനി ഇതൊക്കെ ഉറപ്പുള്ളത് ജീവിതത്തെ പറ്റി? ലാ യദ്രിൽ ഖാതിലു ഫീമാ ഖതല വലാ യദ്രിൽ മഖ്തൂലു ഫീമാ ഖുതില. എന്നെ എന്തിനാ കൊല്ലുന്നത് എന്ന് മരിക്കുന്നവനെ അറിഞ്ഞുകൂടാ. ഞാൻ എന്താണ് ഇയാളെ കൊല്ലുന്നത്, അതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് കൊല്ലുന്നവനും അറിഞ്ഞുകൂടാ. കൊല്ലുന്നവന് എത്ര പൈസ ഉണ്ടാവും അതിനുവേണ്ടി കൊല്ലുക. കൊന്നു കഴിഞ്ഞാല് നിങ്ങൾക്കത് മനസ്സിലായില്ല. കൊട്ടേഷൻ സംഘത്തെ പറ്റിയാണ് ഈ ഹദീസ്. നിങ്ങൾക്ക് മനസ്സിലാവണില്ല പറഞ്ഞത്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇന്നത്തെ നമ്മുടെ ചർച്ച അതാണല്ലോ. അല്ലേ അങ്ങനെ തന്നെയല്ലേ? ഇല്ലേ? അതാണ് കൊല്ലുന്നത്. കൊല്ലുന്ന ഉദ്ദേശക്കാരൻ വേറെയാവും. ഇയാൾക്ക് ഇതൊന്നും അറിയില്ല. ഇയാൾ കൊല്ലുന്നത് എന്തിനാണ്? കൊന്നാൽ ഇത്ര ഉറുപ്പ് കിട്ടും. അപ്പൊ എന്തിനാണ് ഇയാളെ കൊല്ലുന്നതെന്ന് ആർക്കറിയില്ല. കൊല്ലുന്നവനറിയില്ല, ഇനി മരിക്കുന്നവനും അറിയില്ല. ഇന്നെന്തിനാണ് കൊല്ലുന്നതെന്ന് ആർക്കും അറിയില്ല. ലാ യദ്രിൽ ഖാതിലു ഫീമാ ഖതല വലാ യദ്രിൽ മഖ്തൂലു ഫീമാ ഖുതില. ഈ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പടച്ചോൻ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. റബ്ബിലേക്ക് മടങ്ങിക്കോളി മുഅ്മിനീങ്ങളെ. പടച്ചോൻ നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. നേരം താമസിച്ചതുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. യാസിനോട് ദുആ ചെയ്യണം. എല്ലാവരും നന്നാവുക, നമുക്കൊക്കെ നന്നാവണം, സ്വർഗത്തിൽ പോകണം. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പോകണ്ടേ? നിങ്ങൾ പറയേ, സ്വർഗത്തിൽ പോകണ്ടേ?
അല്ല പോവണ്ടേ പറയേ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതിന് കുറഞ്ഞ ദിവസം നമ്മളെ മുന്നിലില്ലേ? കുറച്ച് നമുക്ക് ഭാഗ്യം തരട്ടെ. ഈ രാത്രി നമ്മൾ നന്നായിട്ട് നാളെ രാവിലെ മരിക്കുകയാണെങ്കിലും സ്വർഗം കിട്ടൂലേ? അത് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലേ? പറ ഇല്ലേ? ഒരു സമയത്ത് ഒരാൾ നന്നാകാൻ തീരുമാനിച്ചു. ഒരാൾ സുബഹിയുടെ നേരം കഴിഞ്ഞിട്ട് നന്നായി ളുഹറിന് മുമ്പ് മരിച്ചു. റസൂലുള്ളാഹിന്റെ കാലത്ത് അയാൾക്ക് മറവ് ചെയ്തപ്പോൾ റസൂലുള്ള ബാക്കിലേക്ക് പോയി. മനസ്സിലായില്ല? ഒന്നും കൂടി പറയാം. നേരെ വൈകിയോ? ഒറ്റ വാക്ക്. ഒരാൾ സുബഹിയുടെ നേരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ചിട്ട് നന്നായി ളുഹറിന്റെ മുമ്പ് മരിച്ചു. വലം യസ്ജുദു ലില്ലാഹി സജദത്തൻ വാഹിദ. ഒരു സുജൂദ് ചെയ്യാനുള്ള നേരം ഇയാൾക്ക് കിട്ടിയില്ല. ഒന്നുകൂടി പറയാം. ഈ ഹദീസ് മുസ്ലിമിലുണ്ട്. എങ്ങനെ? ഒന്ന് ഉറങ്ങാതിരിക്കുക. എങ്ങനെ? സുബഹിയുടെ നേരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ചിട്ടാണ് അയാൾ നന്നായത്. ളുഹറിന് മുമ്പ് മരിക്കുകയും ചെയ്തു റസൂലുള്ളാഹിന്റെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അയാൾ നന്നായ ആളല്ലേ? അയാളെ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി ഹബീബായ റസൂലുള്ളാഹി. വലം യസ്ജുദു ലില്ലാഹി സജദത്തൻ വാഹിദ. ഒരു ഫർള് നിസ്കാരത്തിന്റെ നേരം പോലും ഇയാൾക്ക്, കാരണം സുബഹിയുടെ നേരം കഴിഞ്ഞിട്ടാണ് നന്നായത്, ളുഹറിന് മുമ്പ് മരിക്കുകയും ചെയ്തു. എന്ത് ചെയ്യും? അങ്ങനെ ഈ മനുഷ്യനെ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി ഹബീബ റസൂലുള്ളാഹി. ഇനിയാണ് കണക്ക്, ഇനിയാണ് കഥ. മറവ് ചെയ്തുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി പിന്നാക്കം ഒറ്റ ബേക്ക് പോലെ വേഗം മറവ് ചെയ്തോളൂ പറഞ്ഞു. വേഗം മറവ് ചെയ്തോളൂ പറഞ്ഞു. മറവ് ചെയ്തു. ആളുകൾ പിന്നിലേക്ക് വന്നു. ഇന്ത്യ ഉണ്ടായതിനെ വേദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ താല്പര്യത്തിൽ അയാളെ മറവ് ചെയ്യാനൊക്കെ പങ്കെടുത്തിട്ട് പിന്നെന്തേ നിങ്ങൾ ബാക്കിലേക്ക് ഓടിപ്പോയതെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു റഅയ്തുൽ ഹൂറൈനി തദ്ഖുലാനി ഖബ്റഹു വതൻസിഅനി കഫനഹു. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ രണ്ട് സ്വർഗീയ സുന്ദരികൾ വന്നിട്ട് ഈ മനുഷ്യനെ സ്വീകരിക്കുകയും ആ മനുഷ്യനെ കയ്യിൽ താങ്ങി വെച്ചിട്ട് ആ മനുഷ്യൻ്റെ കഫം പുടവ അഴിക്കുക. നമ്മൾ അവിടെ നിന്ന് പോകുന്നവരെ പോലും ഈ പെണ്ണുങ്ങൾ കാത്തു നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ആ പെണ്ണുങ്ങളെ കാണാത്തത് കൊണ്ട് അവിടെ നിൽക്കാം. ഞാൻ ആ പെണ്ണുങ്ങളെ കണ്ടോണ്ട് എങ്ങനെ നിൽക്കുക? അതുകൊണ്ടാണ് ഞാൻ വേഗം അവിടുന്ന് പോന്നിട്ട് നിങ്ങളോട് വേഗം മറവ് ചെയ്യാൻ പറഞ്ഞത്. വലം യസ്ജുദു ലില്ലാഹി സജദത്തൻ വാഹിദ. ഒരു സുജൂദിന്റെ നേരം പോലും ഇയാൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇവിടെ ഇല്ല. പക്ഷെ ഇയാൾ തൗബ ചെയ്തു. ആരിലേക്ക്? അതാണ് തൗബ. ഇന്ന് തൗബ ചെയ്തു. നാളെ രാവിലെ മരിച്ചാൽ ഉറക്കപ്പറ സ്വർഗത്തോട് ഉറക്കപ്പറ. അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു ആ സ്വർഗം നമുക്ക് തരട്ടെ. അടുത്ത റമളാൻ ഉണ്ടാകും, അത് നമ്മളുണ്ടാവുമെന്ന് ഉറപ്പില്ല കുട്ടികളെ. ലോകം അങ്ങനെയാണെന്ന് നീങ്ങുന്നത്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഇന്നാണ് മുതലാക്കണം നമുക്ക്. അതുകൊണ്ട് എൻ്റെ കുട്ടികളൊക്കെ നന്നാവണം. നമ്മളൊക്കെ, ഞാനും നിങ്ങളൊക്കെ നന്നാവണം. അള്ളാഹുവിലേക്ക് പടച്ചോനെ എന്നൊരു ചിന്ത ഉണ്ടാവും. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ ഇടപെടരുത്. അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തൊരു മുതൽ വാങ്ങരുത്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കൂട്ടുകെട്ട് ഉണ്ടാവരുത്. കള്ളുകുടി, അതിലൊന്നും നമ്മളിനി ഇടപെടരുത്. നമ്മൾ നന്നാവണം. നമ്മൾ പൂക്കേത്തങ്ങൾ പാപ്പാൻ്റെ മക്കളാണ്. നമ്മൾ മുഹമ്മദ് ഷിഹാബിൻ്റെ മക്കളാണ്. നമ്മളെങ്ങനെ നാശാവുക? നമ്മൾ നന്നാവണം. നമ്മൾ ബാപ്പക്ക് തങ്ങൾ പാപ്പയുടെ മക്കളാണ്. നമ്മൾ ശംസുലുടെ കണ്ണിയത്ത് എന്ന മഹാന്മാരുടെയൊക്കെ മക്കളാണ്. ഇവിടെ ആയിരുന്നു ഏതോ നിങ്ങളെ ഈ ഇവിടുന്ന് കയറിയാലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ബഹുമാനിക്കാത്തൊരു മനുഷ്യൻ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് കയറിയാൽ ചാപ്പനങ്ങാടി ഇവിടുന്ന് എന്തായിരുന്നു ആ മനുഷ്യന്മാരൊക്കെ? ഇതെവിടെ ഉണ്ടായിരുന്നു? പുതുപ്പറമ്പിൽ. ഇവിടെ അല്ലേ പുതുപ്പറമ്പ്? ഇവിടെ ഉണ്ടായിരുന്നു ഒരു മനുഷ്യൻ, ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി റഹ്മഹുള്ളയുടെ ബാപ്പ. ജുമാക്ക് വന്നിട്ട് ദുആ ചെയ്തു മഴ പെയ്യാൻ വേണ്ടിയിട്ട്. പുതുപ്പറമ്പിലുണ്ടായ സംഭവം. ജുമാക്ക് വന്ന ആളുകൾ പറഞ്ഞു മഴ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് ദ്വാരക്കണം. അങ്ങനെ ജുമാക്ക് ദുആ ചെയ്തു. ദുആ ചെയ്തിട്ട് മഴ പെയ്തില്ല. അസറിന് നേരമായപ്പോൾ ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കാൻ വന്നില്ല. എന്ത് പറഞ്ഞു? ഉച്ചക്ക് ചെയ്ത ദ്വാന്റെ ഉത്തരം കിട്ടിയാലേ അസർ നിസ്കരിക്കുള്ളൂ. അപ്പോൾ മഴ പെയ്തു. നിങ്ങളിവിടെ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായ? വാളക്കുളം അബ്ദുൽ ബാരി നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരെ ബാപ്പ. ഇത് നിങ്ങൾക്ക് അറിയില്ലേ? ഈ ചരിത്രം വയസ്സന്മാർ ഇവിടെ ഇല്ലേ? പറയ്, ഇവിടെ ഇല്ലേ? എത്ര വയസ്സന്മാരുണ്ട്? ഇതൊക്കെ ചരിത്രം. ഇതൊക്കെ എന്നോട് ഇവിടുത്തെ വയസ്സന്മാർ പറഞ്ഞ ചരിത്രമാണ്. സമസ്തയുടെ രേഖയിൽ കാണുന്നുണ്ട്. ഈ ചരിത്രം സമസ്തയുടെ രേഖയിൽ കാണുന്നുണ്ട്. വാളക്കുളം അബ്ദുൽ ബാരി സമസ്ത പ്രസിഡന്റ് ആയിരുന്നു. ബഹുമാനപ്പെട്ട സമസ്തയുടെ രേഖയിലുണ്ട് ഈ ചരിത്രം. മനസ്സിലായപ്പോൾ നിങ്ങൾക്ക്? ലോറ് ജുമാ നിസ്കരിച്ചപ്പോൾ എന്ത് ചെയ്ത്? മയക്ക് വേണ്ടി ദ്വാരന്ന് കഴിഞ്ഞു പോയി. പക്ഷേ കഴിഞ്ഞില്ല. അസറിന് വാങ്ങിക്കൊടുത്തപ്പോൾ നിസ്കരിക്കാൻ വന്നില്ല. എല്ലാവരും പള്ളിയിൽ, അവത്തെ പള്ളി കയറി. ഉസ്താദ് ഇപ്പോൾ വരുന്നരുത്. ഉസ്താദ് അവിടെ അങ്ങനെ ഇരുന്നു. മുക്രിയാക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് ഒന്നെടുത്ത് വരികയാണെങ്കിൽ
നമുക്ക് ശരിക്കഴിയുന്നല്ലോ. അപ്പോൾ പറഞ്ഞു, കുഞ്ഞാമുട്ടിക്ക് ഉച്ചക്ക് ചോദിച്ചാൽ കിട്ടിയില്ല, അതുകൊണ്ട് അത് കിട്ടിയിട്ട് അസറിൽ ചോദിക്കണുള്ളൂ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും നമുക്ക് പ്രയാസം. എന്തുകൊണ്ട്? നമ്മളെ കയ്യിൽ ഈ കാണുന്ന ചിത്രമല്ലാതെ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല, ഇവിടെ നിന്നൊന്നുമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതൊക്കെ ഈ നാട്ടിൽ കഴിഞ്ഞു പോയ മനുഷ്യന്മാരാ, നാട്ടിൽ കഴിഞ്ഞ മനുഷ്യന്മാരാ. അതുകൊണ്ട് അതിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മളെന്ന ബോധം എൻ്റെ ചെറുപ്പക്കാർക്ക് ഉണ്ടാവണം. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. നമ്മൾ കള്ളുടിക്കാൻ പാടില്ല, നമ്മൾ മുത്തഖീങ്ങളായി ജീവിക്കണം. നമ്മൾ കള്ളുടിക്കാൻ പാടില്ല. ഈ നാട്ടിലൂടെ ചൂട്ട് മിന്നിച്ച് ദീനി ദൈവത്തിന് നടന്നു പോയിട്ടുണ്ട്. ആരെന്നറിയോ? നടന്നു പോയി. ഇവിടെ കോട്ടക്കൽ ഇറങ്ങിയിട്ട് നടന്നു, മഴ കൊണ്ട് നടന്നു. കോട്ടക്കൽ പുതുപ്പറമ്പിലെത്തിയപ്പോഴത്തിന് ഈ കുത്തുന്ന പുല്ലുണ്ടല്ലോ, പുല്ല് പഴയ കാലത്തൊക്കെ ഇല്ലേ, കുത്തരം തുണിയിലിങ്ങനെ കുത്തിക്കയറുന്ന പുല്ല് കൊണ്ട് വസ്ത്രം മുഴുവനും പുല്ല്, മഴ കൊണ്ട് നനഞ്ഞ് കുതിർന്നിട്ടുണ്ട്. ആര്? പൂക്കോയത്തങ്ങൾ പാപ്പ. ഇതിലെ നടന്നുപോയി നട്ടപ്പാതിരക്ക് ദീനി ദൈവത്തിന് പൂക്കോയത്തങ്ങൾ പാപ്പ നടന്നുപോയ നാടാണത്. ആരാണ് പൂക്കോയത്തങ്ങൾ പാപ്പ? അവരൊക്കെ മണ്ണാണിത്. പിന്നെ എങ്ങനെ കുട്ടികളെ നമ്മളെ നാട് കള്ളുടിയന്മാരൊക്കെ നാടായി മാറുക? നമ്മളെങ്ങനെ ആയി മാറുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചോൻ നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. വളരെ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ തമാശയല്ല. മലബാറിലെ ഏറ്റവും വലിയ ബാർ ഇന്ന് കോയിച്ചന കുഞ്ഞാജിക്ക് മരണവേദനയായപ്പോൾ പാണക്കടത്തങ്ങൾ പാപ്പ വെള്ളം കൊടുക്കാൻ വന്നു എന്നത് നമ്മൾ കണ്ട ചരിത്രമാണ്. കോയിച്ചന കുഞ്ഞാജി എന്നൊരു മഹാനുണ്ടായിരുന്നു, ഉമറാക്കളെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് മരണാസന്നനായപ്പോൾ പാണക്കടത്തങ്ങൾ പാപ്പ പോയി വെള്ളം കൊടുക്കുന്ന ആ നാട്ടിലാണെന്ന് മലബാറിലെ ഏറ്റവും വലിയ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾക്ക് മാനക്കേടുണ്ടോ? എന്താ നിങ്ങളൊരു പറയാത്തത്, മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ എന്നോട് പിണങ്ങിയോ? എന്താ നിങ്ങൾ പറഞ്ഞാവാത്തത്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ ഞാൻ പുറത്തിറങ്ങി പറയാനല്ല, അത് നമ്മളുടെ ഇടയിൽ ഒരു തീരുമാനം ഉണ്ടാവണം. നമ്മൾ നന്നാവണം, നമ്മളതിൻ്റെ ആളുകളാവരുത്. ഇതൊക്കെ ഇവിടുന്ന് കൂട്ടിക്കെട്ടി കൊണ്ടുപോകണം. നമ്മൾ കള്ളുടിക്കരുത്. കള്ളു കുടിച്ചവർക്കെന്ത്? കള്ളുകുടി